സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മ ദിവസമായ പെസഹ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നെത്തി. യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഒപ്പം ഇരുന്ന് ലാസ്റ്റ് സപ്പർ കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഇന്നും ഇത് ആചരിക്കുന്നത്. വർഷങ്ങളാൽ എൻ്റെ വീട്ടിലും പെസഹ ആചരിക്കാറുള്ളത് ഇതുപോലെയാണ്. ആദ്യമേ തന്നെ അമ്മാമ്മ വീട്ടിലൊരു കുരിശ് വെച്ചൊരു അപ്പം ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലും അമ്മാമ്മ ചെന്ന് കുരിശ് വെച്ചൊരു അപ്പം ഉണ്ടാക്കി ചുടും. വൈകുന്നേരമാകുമ്പോൾ അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് രണ്ട് വീട്ടിലും പാലും കൂടെ ഉണ്ടാക്കും. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ എല്ലാവരും കൂടി ഒരു കുടുംബ പ്രാർത്ഥന നടത്തും. വീട്ടിലെ മുതിർന്ന കാരണവരായ ആളാണ് അപ്പം മുറിക്കുന്നത്. വീട്ടിലിപ്പോൾ പപ്പയും അപ്പച്ചനും ഇല്ലാത്ത സാഹചര്യത്തിൽ വലിയപ്പപ്പയാണ് അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. അങ്ങനെ തറവാട്ട് വീട്ടിൽ പെസഹ ഒപ്പവും പാലും കഴിച്ച് നേരെ വലിയപ്പപ്പയുടെ വീട്ടിലേക്ക് പോകും. അവിടെയും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് വലിയപ്പപ്പ അപ്പവും വീഞ്ഞുകൾ ഉപ്പിട്ട് വാഴ്ത്തി ഓരോ കഷ്ണം മുറിച്ച് ഓരോരുത്തർക്കായി വീതം വെച്ച് കൊടുക്കും. അതും സ്ഥാനം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് കിട്ടാറുള്ളതും എനിക്ക് തന്നെയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് അപ്പവും പാലും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിക്കും. അങ്ങനെ നല്ലൊരു പെസഹ കൂടി എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നു. ഇത് നിങ്ങളോട് കൂടി പങ്കുവയ്ക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം.